നമുക്കൊന്നൊരു തോരൻ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ. നമ്മുടെ വൻപയറും ഏത്തക്കയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഏത്തക്ക ഉപയോഗിച്ചിട്ട് ഒരു കറി, കഴിഞ്ഞ ദിവസമല്ല കുറച്ച് നാളുകൾക്ക് മുൻപാണ് നമ്മുടെ പച്ചക്കായ മീൻകറി വെക്കുന്നത് പോലെ പച്ചക്കായ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കറിയുടെ റെസിപ്പിയിൽ എനിക്ക് കുറെ കമന്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടാണ് കമന്റ്സ് വരുന്നത്, എന്താണ് ഈ പച്ചക്കായ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പച്ചക്കായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേന്ത്രക്കായ എന്നും ഏത്തക്കായ എന്നും ഒക്കെ പറയുന്നു. ഓരോ നാട്ടിലും ഓരോ പേരുകൾ പറയുന്നു എന്നേ ഉള്ളൂ. അത് തന്നെയാണ് ഈ ഏത്തക്കയും നേന്ത്രക്കയും പച്ചക്കയും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ പച്ചക്ക ചെറുതായിട്ട് മുറിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാൻ. ചെറുതായിട്ട് മുറിച്ചില്ലെങ്കിൽ നമ്മുടെ തോരന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുക്കിങ്ങും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓവറായിട്ട് കുഴഞ്ഞു പോകാതെ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല അടിപൊളി തോരൻ നമുക്ക് റെഡിയാക്കാം. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ഈ പച്ചക്ക വൻപയർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വൻപയർ കായത്തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് വൻപയർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവോളയും 3 പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഏത്തയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത്തയ്ക്ക അല്ലെങ്കിൽ നേന്ത്രയ്ക്ക, പച്ചയ്ക്ക എന്നൊക്കെ പറയും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും പല പേരുകളാണ് പറയുക. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ഏത്തയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് തേങ്ങ. അപ്പോൾ ആദ്യം നമുക്ക് ഈ വൻപയർ ഒന്ന് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കുഴഞ്ഞു പോയാലും കുഴപ്പമില്ല. ഈ തോരൻ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരുന്നാലും കുഴപ്പമില്ല. കുഴഞ്ഞു പോയില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പയറ് നന്നായിട്ടൊന്ന് കുക്കായി വരണം. പയറ് കുക്കായാലേ തോരന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ കായ് ഇതിലും വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മാക്സിമം ചെറുതാക്കി തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പയറ് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. ഇപ്പോൾ നമ്മൾ പയറ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ പയർ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇത്രയും ചേർത്ത് നമുക്ക് പയറൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പയർ കുക്കാവുന്ന സമയത്ത് നമുക്ക് തോരൻ്റെ മിക്സ് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കായിലെ വെള്ളം മുഴുവൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ കായ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കുക. കായ് വേഗം കുക്കാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തോരൻ റെഡിയാക്കുന്നത്. പിന്നെ 2 തണ്ട് വേപ്പില. പിന്നെ ചേർക്കുന്നത് തേങ്ങയാണ്. ഒരു 2 പിടി, അതായത് ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഈ കായിലേക്ക് ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വേഗം തന്നെ കുക്കായി കിട്ടിക്കോളും. കായ് നമ്മൾ വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പയറ് കുക്കായി കഴിഞ്ഞിട്ടാണ് നമ്മൾ തോരനാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ കൂടുതൽ ചേർക്കാം. 1/4 കപ്പ് വരെ ചേർക്കാം. പിന്നെ ഒരുപാട് തേങ്ങ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ തോരൻ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ തോരനിൽ നമ്മൾ മുളക് പൊടി ചേർക്കില്ല കേട്ടോ. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ പച്ചമുളകിൻ്റെ എരിവിൽ മാത്രമാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചേർന്ന് ഒന്ന് മിക്സായി ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ പയറ് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് തോരനാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പയറ് നന്നായിട്ട് കുക്കായി വെള്ളം കുറച്ചുണ്ട്. ഞാനപ്പോൾ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഒരു വിസിൽ വന്നപ്പോൾ തന്നെ പയറ് കുക്കായി കിട്ടി. ഇനി പയറിൻ്റെ വെള്ളം വറ്റി വരട്ടെ. അപ്പോൾ വേറെ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് തോരൻ റെഡിയാക്കാനായിട്ട്. ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മൾ
നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്കൊരു 2 വറ്റൽമുളക് ചേർക്കാം. ഈ വറ്റൽമുളകിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കായും സവോളയും തേങ്ങയും എല്ലാം ചേർന്ന് മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിൽ സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് സവോള ചേർക്കുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കായ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഞാനൊരു 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ കായൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കുക്കായി തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ചെറുതായിട്ടല്ലേ മുറിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ പയറും കൂടി ചേർക്കാം. പയറിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം എന്ന് മാത്രം ഉള്ളതേ ഉള്ളൂ. പയർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ പയറും കൂടി ചേർന്നിട്ട് ഒന്നുകൂടി ഒന്ന് കുക്കായി വരട്ടെ. ഒരു 4 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ കണ്ടോ, പയർ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകാത്തതുകൊണ്ട് നമ്മുടെ തോരൻ വല്ലാണ്ട് കുഴഞ്ഞിട്ടില്ല. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. പയറിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കായ നന്നായിട്ട് കുഴഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് പയറിൽ വെള്ളം വറ്റിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാൻ നമ്മുടെ തോരൻ നന്നായിട്ട് ഒന്ന് 2 പ്രാവശ്യം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പയറിനാണ് ഉപ്പ് കുറവുള്ളത്. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി മറിച്ചെടുത്താൽ മതി. ഇതുപോലെ സ്പ്രെഡ് ചെയ്തിടുക. 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് വീണ്ടും ഇളക്കി അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇളക്കി ഒരു 2 മിനിറ്റ് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ഡ്രൈ ആയി കിട്ടും തോരൻ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു തോരൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്ന പോലെ ഇരുന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് വലിഞ്ഞ് വരട്ടെ. അപ്പോൾ കായൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരും കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിയുമ്പോൾ. അപ്പോൾ കായ ഒരുപാട് മൊരിഞ്ഞു പോകുന്നതിന് മുന്നേ നമ്മൾ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ കായുടെ ആ കളറൊക്കെ ഒന്ന് മാറും. അടിഭാഗത്ത് ഇതുപോലെ ഇത് കണ്ടോ, ചെറുതായിട്ട് മൊരിയുന്ന പോലെയുള്ള ആ കളർ വന്നു തുടങ്ങും. ഇതിൽ നമ്മൾ കായുടെ തൊലിയോടെ അല്ല കട്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഇതിലും ഫാസ്റ്റായിട്ട് കുക്കാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേഗം കുഴഞ്ഞു പോകും. കായുടെ തൊലി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കുഴയാതെ കിട്ടുന്നത്. വീണ്ടും ഒന്നുകൂടി ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തിടുകയാണ്. പിന്നെ നിങ്ങൾക്ക് വൻപയറാണ് ഇതിൽ വെളുത്തുള്ളി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സവോളയൊക്കെ മുറിച്ചതിൻ്റെ കൂടെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി മുറിച്ച് ചേർക്കാം. ഞാനിവിടെ ഇങ്ങനെയുള്ള കറികളിലൊന്നും വെളുത്തുള്ളി ചേർക്കാറില്ല. അതുകൊണ്ടാണ് വെളുത്തുള്ളി ഇടാതിരുന്നത്. അപ്പോൾ വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ സവോളയുടെ കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മൾ തോരനാക്കുമ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ എല്ലാത്തിലേക്കും പിടിച്ചു വന്നോളും. പിന്നെ ജീരകപ്പൊടിയില്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ചതച്ച് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ തോരൻ ഡ്രൈ ആയി തുടങ്ങിയത് കണ്ടോ, കളറൊക്കെ മാറി വരുന്നുണ്ട്. ചെറുതായിട്ട് ആ കായുടെയൊക്കെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നമുക്ക് കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെ ചൂടോടുകൂടി തന്നെ കഴിക്കാം.
അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പയർ കായ്ത്തോരൻ റെഡി ആയിക്കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഈ ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ എടുത്താൽ മതി. ചട്ടിയിലേക്ക് കറ പിടിക്കുകയോ അല്ലെങ്കിൽ ചട്ടിയുടെ കളറ്, നമ്മുടെ തോരൻ്റെ കളറ് മാറ്റുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. ഈ ചട്ടി കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞത്. നിങ്ങൾ പുതിയ ഇരുമ്പ് ചട്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറി ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റുക. ഇല്ലെങ്കിൽ നമ്മുടെ ചട്ടിയുടെ കളറായിരിക്കും കറിക്ക് വരിക. ആ ചട്ടിയുടെ കളറൊന്ന് പിടിച്ചു വരും. അത് കുറച്ച് കാലം നമ്മൾ ഡെയിലി യൂസ് ചെയ്താലേ ചട്ടിയുടെ കളറ് പിടിക്കാതിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.